നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഡോക്ടർ ഉമർ നബി കൊടൂര ഭീകരനാണ് എന്നുള്ളതാണ്. കശ്മീരിൽ ജനിച്ച ഉമർ വളർന്നത് ഇന്ത്യയോടുള്ള പകയും കൊണ്ടാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയതുപോലും കുടുംബത്തെ സംരക്ഷിക്കാനല്ല, മറിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് തന്റെ ബുദ്ധിയും ശക്തിയും പ്രയോഗിക്കുന്നതിനു വേണ്ടി. ഉമർ നബിയുടെ ഗോഡ്ഫാദർ കശ്മീരിലെ കൊടും ഭീകരൻ ബുർഹാൻ വാണിയാണ്. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര ഗ്രൂപ്പിന്റെ തലവനായിരുന്നു ബുർഹാൻ. 2016 ജൂലൈയിൽ കശ്മീർ സൈന്യം ഈ ഭീകരനെ വധിച്ചിരുന്നു. ബുർഹാന്റെ കടുത്ത ആരാധകനായിരുന്നു ഉമർ. ബുർഹാൻ വാനിയുടെ പിന്തുടർച്ചക്കാരനെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്നു ഉമർ. വാനിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ കൂടിയാണ് ഉമർ വൈറ്റ് കോളർ മൊഡ്യൂളിൽ അംഗമായത്. ഡോക്ടർ മൊഡ്യൂളിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടവരിലെല്ലാം കശ്മീർ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ ബുർഹാൻ വാനി ഗ്രൂപ്പിന്റെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്ന് NIA സംശയിക്കുന്നുണ്ട്. ബുർഹാൻ വാനി ചില്ലറക്കാരനല്ല. കശ്മീരിലെ പാക് കൂറുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ഹീറോ ഇയാളാണ്. ചെറുപ്പക്കാരെ ആയുധമെടുപ്പിച്ച് രാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതിൽ പ്രധാനി ഖാലിസ്ഥാൻ ഭീകരവാദി ഭിന്ദ്രൻവാലയില്ലേ, അയാളെ പോലെ മറ്റൊരാൾ. ഹിസ്ബുൾ ഗ്രൂപ്പിന്റെ പ്രധാന കമാൻഡറായിരുന്നു ഇയാൾ. 2016 ബുർഹാൻ കൊല്ലപ്പെട്ടപ്പോൾ കശ്മീരിൽ കലാപമാണ് നടന്നത്. 17 പേർ കൊല്ലപ്പെടുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള ഇയാളുടെ ഓരോ ചരമവാർഷികത്തിലും കശ്മീരിൽ വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത്. പോലീസും സൈന്യവും കശ്മീർ മുഴുവൻ വളയും, ഇന്റർനെറ്റ് വിച്ഛേദിക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കും, അത്രത്തോളം സുരക്ഷ ഏർപ്പെടുത്തും. വാനിയുടെ ഗ്രൂപ്പ് വെറുതെ ഇരിക്കില്ല എന്ന് സൈന്യത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ. ബുർഹാന്റെ സഹോദരനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിലായിരുന്നു കൊല്ലപ്പെട്ടത്. ബുർഹാൻ വാണിയെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒട്ടേറെ ശ്രമിച്ചിരുന്നുവെന്ന് പിതാവ് മുസാഫർ വാണി വെളിപ്പെടുത്തിയിരുന്നു. മൂത്ത സഹോദരൻ ഖാലിദ് വാണിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിനെ തുടർന്നാണ് ബുർഹാൻ വാണി ഹിസ്ബുൾ മുജാഹിദീനിൽ ചേരുന്നത്. വിമതരോട് ആഭിമുഖ്യമുള്ളയാളായിരുന്നു ഖാലിദ് വാണിയും. കശ്മീർ ഇന്ത്യയുടെ അധീനതയിൽ വെക്കുന്നതിനെ ബുർഹാൻ വാണി ശക്തമായി എതിർത്തിരുന്നു. ഹിസ്ബുൾ മുജാഹിദീന്റെ പല പോസ്റ്ററുകളിലും ബുർഹാൻ വാണി പ്രത്യക്ഷപ്പെട്ടിരുന്നു. യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ബുർഹാന്റെ താരമൂല്യം ഉപയോഗിച്ച് 100ഓളം കശ്മീരി യുവാക്കളെ ഹിസ്ബുൾ മുജാഹിദീൻ റിക്രൂട്ട് ചെയ്തിരുന്നു. ആ സംഘത്തിൽപ്പെട്ടവരാകാം ഉമർ ഉൾപ്പെട്ട ഒരു വിഭാഗം ഗ്രൂപ്പ് എന്നുള്ള സംശയമുണ്ട്. ഉമർ നബിയുടെ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർമാരിൽ പലരും അൽ-ഖ്വയ്ദയുടെ ആശയങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചപ്പോൾ കൂടുതൽ തീവ്ര നിലപാടുള്ള IS-നോടായിരുന്നു ഉമർ നബിക്ക് താൽപര്യം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഷക്കീൽ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ, കശ്മീരി മതപണ്ഡിതൻ മുഫ്തി ഇർഫാൻ വാഗെ തുടങ്ങിയവരുമായിട്ടാണ് ഉമർ നബി ആശയപരമായി ഭിന്നിപ്പ് പ്രകടിപ്പിച്ചിരുന്നത്. പാശ്ചാത്യ സംസ്കാരത്തെയും വിദൂര ശത്രുക്കളെയും ആക്രമിക്കുന്ന അൽ-ഖ്വയ്ദ സമീപനത്തോട് ഇവർ ചായ്വ് പ്രകടിപ്പിച്ചിരുന്നു. അടുത്തുള്ള ശത്രുക്കളെ കീഴ്പ്പെടുത്തുക, മതഭരണം സ്ഥാപിക്കുക തുടങ്ങിയ IS നയങ്ങളായിരുന്നു ഉമർ നബി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത്. പ്രത്യയശാസ്ത്രം, സാമ്പത്തികം, ആക്രമണം നടത്തുന്ന രീതി എന്നിവയുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ മറ്റംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഭീകര സംഘാംഗമായ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിന്റെ ഒക്ടോബറിൽ നടന്ന വിവാഹ ചടങ്ങിൽ നിന്നും ഉമർ നബി വിട്ടുനിന്നിരുന്നു. മതപുരോഹിതൻ മുഫ്തി ഇർഫാൻ വാഗെ അറസ്റ്റിലായതോടെ ഉമർ നബി കശ്മീരിലേക്ക് എത്തുകയായിരുന്നു. ഒക്ടോബർ 18-ന് ഖാസിഗുണ്ടിലെത്തിയ ഉമർ മറ്റുള്ളവരുമായി ചർച്ച നടത്തി. തുടർന്ന് സംഘാംഗങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു പരിഹരിച്ചു. സംഘം അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടിൽ തന്നെ തങ്ങി സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിടുകയായിരുന്നു. പല മൊഡ്യൂളുകളായിട്ടാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചത്. മൊഡ്യൂളുകളിലുള്ള എല്ലാവരെയും ഇവർക്ക് പരസ്പരം അറിയില്ല. അതിന്റെ പ്രധാന കാരണം എല്ലാവരുടെയും വിവരം പുറത്തു പോകരുത് എന്ന രഹസ്യ നീക്കമാണ്. ഒരു മൊഡ്യൂൾ പിടിക്കപ്പെട്ടാൽ മറ്റു മൊഡ്യൂളുകൾ ഒളിവിൽ പോകുകയും അവർ നിശബ്ദമായി മറ്റൊരവസരത്തിനായി കാത്തിരിക്കുകയും വേണം. കേന്ദ്ര ഏജൻസികളെ വലയ്ക്കുന്ന വലിയ വിഷയവും ഇതുതന്നെയാണ്. ആയിരക്കണക്കിന് ആളുകൾ വൈറ്റ് കോളർ മൊഡ്യൂളിൽ ഉണ്ട്. പക്ഷെ ഭീകരർക്ക് പരസ്പരം അറിയില്ല. അവരിലേക്ക് അന്വേഷണം എത്തുന്നതിന് NIA-യെ പിന്നോട്ട് വലിക്കുന്നത് ഈ ഒരു ഘടകമാണ്. എത്രയും പെട്ടെന്ന് ഈ മൊഡ്യൂളിന്റെ അടിവേരറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നീക്കം. ചെങ്കോട്ട സ്ഫോടനത്തിന് 2023 മുതൽ തയ്യാറെടുപ്പുകൾ ശക്തമായിരുന്നു. അറസ്റ്റിലായ 6 പേരെയും ഒറ്റയ്ക്കും കൂട്ടമായും ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉമർ നബി ഒന്നിലധികം തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഒരേ സമയം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സ്ഫോടനത്തിന് 3 ആഴ്ച മുൻപാണ് ഉമർ കശ്മീരിലേക്ക് പോകുന്നത്. അവിടെ വെച്ചായിരുന്നു ഈ പറയുന്ന IS-ന്റെയും അൽ-ഖ്വയ്ദയുടെയും ആൾക്കാരുമൊക്കെയായിട്ട് ഉമർ ചർച്ചകൾ നടത്തിയത്.
സ്ഫോടനക്കേസിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന കാസിഗുണ്ട് സ്വദേശിയായ മുസഫർ ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടതായും ഇപ്പോൾ അഫ്ഗാനിൽ അഭയം തേടിയിരിക്കാമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തലവന്മാർക്കും വൈറ്റ് കോളർ ഭീകര ശൃംഖലയ്ക്കും ഇടയിൽ ഒരു നിർണായക കണ്ണിയായി ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇയാളെ വിട്ടുകിട്ടുന്നതിനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജമ്മുകശ്മീർ പോലീസ് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസിനായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതായത് രാജ്യാന്തര ബന്ധം ഉൾപ്പെടെ ഈ സ്ഫോടനത്തിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് അന്വേഷണം അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും തുർക്കി കേന്ദ്രീകരിച്ചും നടത്താൻ ഇതിന് വിദേശ ഏജൻസികളുടെയും സഹായങ്ങൾ തേടുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.